അപ്പോൾ നമുക്ക് നല്ലൊരു മീൻ കറി വെച്ചു. ഇതൊക്കെ കോട്ടയം സൈഡിലോട്ട് ഇങ്ങനെ കല്യാണ തലേന്ന് വയ്ക്കുന്ന മീൻ കറിയാണ്. ആദ്യം നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഉലുവ ഇട്ടു, പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇഞ്ചി വെളുത്തുള്ളി അരച്ചതോ ചതച്ചതോ എന്താണെങ്കിലും കുഴപ്പമില്ല, അതിട്ട് കൊടുത്തിന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ഇവിടെ ചേർക്കുന്നുള്ളൂ. അത് മാത്രം മതി, മല്ലിപ്പൊടി വേണ്ട. മല്ലിപ്പൊടി ഇട്ടാലേ വളിച്ചു പോകും. ഇത് അങ്ങനെ വളിക്കാതെ ഒരു 2 ദിവസമെങ്കിലും ഇരിക്കുന്ന ടൈപ്പ് മീൻ കറി ഇത്. ഇതിലേക്ക് ഉള്ളിയോ ചെറിയ ഉള്ളിയോ ഒന്നും ചെയ്തിട്ടില്ല. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടിങ്ങനെ കുറുക്കി എടുക്കണം. വെള്ളം നമ്മളിങ്ങനെ വെള്ളം വലിയുന്നതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ആ കുറുകിയതിനകത്തോട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും എണ്ണ തെളിയുന്നവരെ ഇങ്ങനെ കുറുക്കി എടുക്കുക. അതിലേക്ക് 3-4 കുടംപുളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് ഇട്ടിട്ട് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മീൻ കിടക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് എന്നാൽ അടച്ച് വെക്കണം. അടച്ച് വെച്ച് തിളയ്ക്കാൻ വേണ്ടി വെക്കണം. ഇത് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ഒരു ചെറിയ ചൂര കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ചൂരയുടെ നടുക്കത്തെ ബ്രൗൺ കളറിലെ സാധനം. അപ്പോഴത്തേന് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചതിൻ്റെ മീനൊക്കെ ഒന്ന് കഴുകി. ഞാൻ കുറേ തവണ കഴുകി, എന്നാലും ഇരിക്കും തോറും ഇങ്ങനെ ചോര വരില്ല. അപ്പോൾ ഞാൻ വീണ്ടും കഴുകിയിട്ട് ഈ മീനെല്ലാം കൂടി അതിനകത്തോട്ട് പെറുക്കിയിട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. ഇങ്ങനെയാണ് ഇവിടെയൊക്കെ കല്യാണത്തിൻ്റെ തലേ ദിവസം വെക്കുന്ന മീൻകറി ഉണ്ടാക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കോട്ടയമല്ല, കോട്ടയത്തിൻ്റെ അടുത്തൊരു ജില്ലയാണ്. നിങ്ങൾ ഏതാണെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഏത് ജില്ലക്കാരിയാണെന്ന് എൻ്റെ സ്ലാങ് കേട്ടിട്ട് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇങ്ങനെ നന്നായിട്ട് ചാറൊക്കെ കുറച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പോലെ ആക്കണം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. ബൈ, ടാറ്റാ.